പ്രകാശത്തിന്റെ ദേവനായ സൂര്യദേവന് ഒരു നിഴൽ സ്ത്രീയിൽ നിന്ന് ഒരു പുത്രൻ ജനിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ അമ്പരന്നു പോകും. സൂര്യദേവന്റെ പത്നിയായ സംയയ്ക്ക് അദ്ദേഹത്തിന്റെ അതിശക്തമായ തേജസ് താങ്ങാൻ കഴിഞ്ഞില്ല. ആ തേജസ്സിന്റെ തീവ്രതയിൽ അദ്ദേഹത്തിന്റെ സമീപം ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. സഹികെട്ട് സംജ്ഞ ഒരു വഴി കണ്ടെത്തി. തന്റെ അതേ രൂപവും ഭാവവുമുള്ള ഒരു നിഴൽ സ്ത്രീയെ അവൾ സൃഷ്ടിച്ചു. ഛായ എന്നായിരുന്നു അവളുടെ പേര്. സംജ്ഞ തന്റെ മക്കളെ ഛായയെ ഏൽപ്പിച്ച് തപസ്സു ചെയ്യാനായി കാട്ടിലേക്ക് യാത്രയായി. തന്റെ യഥാർത്ഥ രൂപം സൂര്യദേവനോട് വെളിപ്പെടുത്തരുതെന്ന് ഛായയോട് പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഛായ സംജ്ഞയെപ്പോലെ തന്നെ സൂര്യദേവനോടൊപ്പം കഴിഞ്ഞു. കാലം കടന്നുപോയി. ഛായയ്ക്ക് സൂര്യദേവനിൽ ഒരു പുത്രൻ പിറന്നു. അതാണ് ശനീശ്വരൻ. പ്രകാശത്തിന്റെ ദേവനായ സൂര്യനിൽ ഒരു നിഴൽ സ്ത്രീയിൽ ജനിച്ച പുത്രനായതുകൊണ്ട് ശനിക്ക് ഇരുണ്ട നിറമായിരുന്നു. എന്നാൽ ശനിയുടെ ജനനസമയത്ത് ഛായ ഒരുപാട് വേദന സഹിച്ചു. ഗർഭാവസ്ഥയിൽ അവൾ ശിവനെ ധ്യാനിച്ച് കഠിനമായ തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ സൂര്യദേവന്റെ പുത്രനായിരുന്നിട്ടും ശനീശ്വരന് ശിവന്റെ ശക്തിയും അനുഗ്രഹവും ലഭിച്ചു. അതെ, പ്രകാശത്തിന്റെ ദേവനായ സൂര്യദേവന്റെ പുത്രനായിട്ടും ഒരു നിഴൽ സ്ത്രീയിൽ ജനിച്ചതുകൊണ്ട് ശനീശ്വരൻ എല്ലാ ജീവികളുടെയും, എന്തിനേറെ ദേവന്മാരുടെ പോലും കർമ്മഫലങ്ങൾ നിർണയിക്കുന്ന കർമ്മഫലദാതാവായി മാറി. സബ്സ്ക്രൈബ് ചെയ്യൂ, കാരണം ഈ കഥയിലെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇനിയും. സബ്സ്ക്രൈബ് ചെയ്യൂ, കാരണം ഈ കഥയിലെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇനിയും.